ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ വിമല. നരനില്ലാത്ത ആ സിറ്റി അതെനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു സേഫ്റ്റി, ഒരു പീസ്, അതൊരുപാടാണ്. വീണ്ടും ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ. അമ്മയുടെ മടിയിൽ നമുക്കെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇല്ലേ, ഈ വീട് എനിക്കതാ തരുന്നത്. എത്ര നാളെന്ന് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ചിലപ്പോൾ മരണം വരെ, അല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങുന്നതായിരിക്കും എല്ലാ അർത്ഥത്തിലും എൻ്റെ മരണം. എനിക്ക് മനസ്സിലാവുന്നു നന്ദ. എനിക്കും ഹസൻ ബായിക്കും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇപ്പം സന്തോഷമാണ്. അത് നീണ്ടു നിൽക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ ഈ വീട് നിന്നെ ഒരിക്കലും നഷ്ടപ്പെടാൻ തയ്യാറല്ലെന്നാ പറയുന്നത്. അമ്മയും വല്യമ്മാവനും അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു. എനിക്കും തോന്നി അങ്ങനെ തന്നെയാ വേണ്ടത്. നീ എന്താ മീൻ ചെയ്യുന്ന? അവരെന്ത് പറഞ്ഞു എന്നാ? അവർക്ക് നിന്നെ ഉണ്ണിയും ഒന്നിച്ച് ചേർക്കാനാ പ്ലാൻ. വിമല, നീ എന്താ പറഞ്ഞത്? എന്താ വിമല, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? നരന്റെ സ്ഥാനത്ത് അതെങ്ങനെ കഴിയും? മറ്റാരും അല്ലല്ലോ, ഉണ്ണിയല്ലേ എന്ന് കരുതി. കാഴ്ചയിലെ സാമ്യത്തിനപ്പുറത്ത് അവർ രണ്ടും രണ്ടല്ലേ? നോക്കൂട്ടി, നീ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ വീട്ടിൽ നീ ഇപ്പൊ അനുഭവിക്കുന്ന മനസമാധാനവും സന്തോഷവും അതെന്നും നിലനിൽക്കാൻ പതുക്കെ സമയമെടുത്ത് നീ ചിന്തിച്ചു നോക്ക്. ഈ വീട്ടിലെല്ലാവരും നിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, സമയം പോയി, പുറപ്പെടണ്ടേ? ഓ, ഞാൻ എല്ലാവരെയും കണ്ടെന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. ബാംഗ്ലൂരിൽ നിന്ന് എന്റെ കൂടെ വന്ന നന്ദയാണോ ഇത്? ഒരുപാട് മാറിയില്ലേ? ഉവ് പറഞ്ഞു, ഉണ്ണിയാണ് ഇതിന്റെ പുറകിലെന്ന് അമ്മ പറഞ്ഞു. ആ ആ കൈയൊന്ന് കിട്ടു. എന്താ ഇത്? നരേന്ദ്രന് കൊടുത്ത സമ്മാനമാണ്. ഇനി അത് ഈ വിരലിൽ കിടക്കട്ടെ. ഞാൻ വിളിക്കാൻ നന്ദ. ഡാഡിയുടെ കാര്യം ഞാൻ മറക്കില്ല. പോയി കാണുക തന്നെ ചെയ്യാം. ഉണ്ണി, എന്റെ മോളെ നോക്കിക്കൊള്ളണം. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. അപ്പുവായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കണം. അതായത് കണ്ടോ, ഇതെനിക്ക് തന്നിട്ട് പോയി. അപ്പുവിനെ കൊടുത്തതായിരുന്നു അത്രേ. കിടക്കട്ടെ, അവന്റെ ഒരു ഓർമ്മയായിട്ട് വിരലിൽ കാണാമല്ലോ. അമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഉവ്വ്, വരൂ മോളിരിക്കേ. നോക്ക്, അപ്പോ ഉണ്ണി. ഒന്നിനെ അങ്ങ് നേരത്തെ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ ഇങ്ങനെ രണ്ടാളെ ഒരേപോലെ സൃഷ്ടിച്ചത്. പക്ഷെ എനിക്ക് രണ്ടാളെ ഒന്നായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പൂന് തരാൻ പറ്റാതായി പോയ സന്തോഷം കൂടി ഇനി ഉണ്ണിയുടേന്ന് കിട്ടുമെന്നൊരാശ. അതൊക്കെ ഓർത്തിട്ടാ അമ്മയുടെയും മറ്റുള്ളവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം തോന്നിയത്. ഡോക്ടർ മോള് പറഞ്ഞില്ലേ? അമ്മേ, അത് ഉണ്ണിയേട്ടൻ. ഉണ്ണിക്ക് ഇഷ്ടാവില്ലെന്നാ മോള് പറയണേ? നല്ല കഥ. അവന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസ. അമ്മേ, അതല്ല, എനിക്കത് കഴിയില്ല. എന്താ മോളെ? അത് അമ്മേ, മനസ്സില് മോൾക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ വേറെ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല. മറുത്തൊന്നും പറയരുത്. ഈ വീടിന് വിളക്കായി നീ എന്നും ഇവിടെ വേണം. എന്താ അമ്മയും മോളും കൂടി ഒരു സ്വകാര്യം? ഞാൻ മോളോട് പറയായിരുന്നു ഉണ്ണിയുടെ കാര്യം. ആഹാ, അതിന് സമയം എത്ര കിടക്കുന്നു? ഈ ജാനുവേട്ടത്തേക്ക് എന്തിനും ധൃതിയാ? അതിന് നന്ദ എവിടെങ്കിലും പോകുന്നു ഇത്രയും തിരക്കൂട്ടാൻ? ജാനുവേട്ടത്തെ വലിയേട്ട അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
മോളെന്താ ഇവിടെ തനിച്ചിരിക്കണേ? ഇരുന്നോളൂ. വേണ്ട. അവളൊരു പാവാ. ജാനുവേ, എന്തെങ്കിലും ഇത്തിരി മതി മനസ്സ് കലങ്ങാൻ. ഇനിയിപ്പോ ഉണ്ണി ഒരുത്തനല്ല അവൾ പ്രതീക്ഷകൾ മുഴുവൻ വെച്ചിരിക്കുന്നത്. അവനൊരു വിവാഹം കഴിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നത് കാണാനാ അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. മോളെ കണ്ടിട്ടാണ് ഈ ആശകളെല്ലാം. വല്യമ്മാവ, മോഹിക്കുമ്പോഴൊന്നും നടക്കില്ല എന്നൊരു തോന്നലുണ്ടായാൽ മതി അവൾ തകരാൻ. അത് താങ്ങാനുള്ള ശക്തി എനിക്കുമില്ല. മോക്ക് മനസ്സുകൊണ്ട് ഇങ്ങനൊരു കാര്യവുമായി പൊരുത്തപ്പെടാൻ ഇത്തിരി സമയമെടുക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പറയാണ്, അതില് തെറ്റൊന്നുമില്ല. സമ്മതം എന്നൊരു വാക്ക് മതി. അപ്പുവിനെ ഓർത്ത് ഇന്നും കണ്ണീരൊഴുക്കുന്നവർക്ക് കണ്ണടയുന്ന കാലം വരെ മനസ്സമാധാനം ഉണ്ടാവും. എനിക്കറിയാം ആരെയും വേദനിപ്പിക്കാൻ എൻ്റെ മോക്കാവില്ല. എനിക്കറിയാം. വിമല, നീ അടക്കം എല്ലാവരും എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? നരന്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാള്? ഇല്ല, എനിക്ക് കഴിയില്ല വിമല. പക്ഷേ ഒരു സത്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഉണ്ണിയേട്ടൻ്റെ മുഖം, ആ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നരനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നത് ആ മുഖം ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അത് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഈ വീട്ടിൽ എന്നും കഴിയാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. പക്ഷേ അതിന് നിങ്ങളെല്ലാം പറയുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജാനുവേ, ഇത് മോളുടെ കഴുത്തിൽ വന്നിട്ട് കൊടുത്തേ. സന്തോഷായി എനിക്ക്. അപ്പൂന്റെ ഉണ്ണിയുടെയും ഭാര്യമാരായി വരുന്ന കുട്ടികൾക്ക് വേണ്ടി അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാ 2 കാശ്മാല. അതിലൊന്നും നന്ദമോളുടെ കഴുത്തിൽ ചേരണമെന്ന് തന്നെയാ വിധി. ഇനിയുള്ള ഒരു മാല ഉണ്ണി ഇവളും കൂടെ ഒരു പെൺകുഞ്ഞിനെ എന്റെ കൈ തരുമ്പം അവൾക്ക് കൊടുക്കാനുള്ളതാ. എന്നിട്ട് എന്റെ കണ്ണടയും. ഇതെന്താ ഇത്? ഒരു നിമിഷം ഞാൻ പകച്ചു. മച്ചിലിരിക്കുന്ന ഭഗവതി ഇറങ്ങി വന്നതാണെന്ന് വിചാരിച്ചു. ശ്രീത്വം എന്ന് പറയണത് മുഖത്തുനിന്ന് കോരിയെടുക്കാം. ഒന്ന് തൊഴുതോട്ടെ ദേവിയെ.
വയസ്സിപ്പോ എത്ര ആയി? തന്റെ വിവാഹം വൈകാണ്ട് നടത്തണമെന്നാ ഞങ്ങളുടെ തീരുമാനം. മനസ്സിലാവണുണ്ടോ? ഉവ്വ. ആ. പക്ഷേ അതിനൊക്കെ സമയമുണ്ടല്ലോ. എപ്പോ? മൂക്കിൽ പല്ലിറങ്ങിട്ടോ? അതോ ഞങ്ങളൊക്കെ അങ്ങ് പരലോകത്ത് ചെന്നിട്ടോ? മറുത്തൊന്നും പറയണ്ട, ഞങ്ങളത് അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പെൺകുട്ടി വേറെ ആരുമല്ല, നമ്മുടെ നന്ദ തന്നെ. അതെയോ? ഉം. അതെങ്ങനെയാ കുട്ടി? അതിന്റെ തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലെങ്കിൽ ഇപ്പൊ തെറ്റായിട്ട് എന്താ ഉള്ളത്? അപ്പൂന്റെ വിധവയൊന്നുമല്ല അവള്. തന്നെ പോലൊരു നാടനെ കല്യാണം കഴിക്കാൻ ആ കുട്ടി എതിർപ്പൊന്നും കാണിച്ചില്ല എന്നുള്ളത് തന്നെ വലിയ കാര്യം. വല്യമ്മാവ, നീ വല്യമ്മാവ, എനിക്ക് ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലുക. ഇനിയൊക്കെ സമയമാകുമ്പോ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. തനിക്കൊരു വിവാഹം എന്നുള്ളത് കൂടുതല് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാ നമ്മൾ ചെയ്യുന്നത്. അത് തന്റെ കൂടപ്പുറപ്പിനോടുള്ള കടമയാണെന്ന് കൂടി കരുതിക്കോളൂ. നിനക്ക് എന്താ കുട്ടിയെ ഭ്രാന്തുണ്ടോ? ഞാൻ ഇതിനെ തിരയാൻ സ്ഥലം ബാക്കിയില്ല. ഒടുക്കം നോക്കുമ്പോഴല്ലേ കുളിപ്പോരയിൽ ഒന്നിരുന്ന് നിലവിളിക്കുന്നു. എന്താന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. നടക്ക. പ്രായമായ പെണ്ണാണെന്ന് വിചാരമില്ല. ഉണ്ണി, നീ എന്തായി പറയണേ? ഞങ്ങളെല്ലാം ഇത്ര ആശിച്ച് അവളെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഒടുക്ക നിനക്ക് വയ്യാന്ന് പറഞ്ഞ്. എനിക്ക് ആ കുട്ടി അങ്ങനെ കാണാൻ കഴിയില്ല. അതെന്താ അമ്മ മനസ്സിലാക്കാത്ത? അങ്ങനെ മനസ്സിൽ തോന്നിയെന്ന് പോലും അറിഞ്ഞ അപ്പൂന്റെ ആത്മാവ് പൊറുക്കുവോ നമ്മളോട്? അവൻ ഇഷ്ടാവേ ഉള്ളൂ. അവക്കൊരു ജീവിതം കൊടുക്കുകയല്ലേ. അത് നടക്കില്ല അമ്മേ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയേണ്ടത്. കാരണമുണ്ട്, ഒരുപാട് കാരണമുണ്ട്. ഉണ്ണി പറയ്, എന്താ നിന്റെ മനസ്സില്? നീ ഇങ്ങനെ അറുത്തു മുറിച്ചങ്ങ് പറയാൻ. അമ്മേ, ഞാൻ മോഹം കൊടുത്ത് എന്നെ മാത്രം വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അവളുമായിട്ടേ ഉണ്ടാവും. ആരാ അത്? പറയൂ ഉണ്ണി. ഭദ്ര. എന്താ എന്താ നീ പറഞ്ഞേ? സത്യമാണ് അമ്മേ, എനിക്ക് അവളെ ചതിക്കാൻ കഴിയില്ല. എന്റെ ദേവി, ഇക്കാരം പറയാ നീ? ബാല്യക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേക്കാനാ നിന്റെ ഭാവം. നടക്കില്ല ഉണ്ണി, നടക്കില്ല. അമ്മേ, എല്ലാം എനിക്കറിയാം. പക്ഷെ തറവാടിന്റെ സൽപ്പേരിനേക്കാളും ആരുടെ അഭിമാനത്തെക്കാളും എനിക്കിപ്പോ കാര്യം ആ പാവം പെൺകുട്ടിയുടെ ജീവിതമാണ്. ഓർക്കാൻ വയ്യാത്ത നാണക്കേടായി തോന്നുകയാണെങ്കിൽ ഞാൻ അവളെയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലടി. സകലരെയും മാനം കെടുത്താനായിട്ട് ഒരുമിട്ട് ഇറങ്ങിയിരിക്കാ നീ. മിണ്ടട്ടാ, കൊത്തി അരിയാനുള്ള കലി കയറുന്നുണ്ട് എനിക്ക്. ചെല്ല്, അകത്തോട്ട് വിളിക്കണ്ട, അങ്ങോട്ട് ചെല്ലാൻ. എന്താ കുട്ടിയെ കേക്കണേ? മുഖത്ത് നോക്കടി, ആശ്രീകരം. നിക്കണത് കണ്ടില്ലേ? കഴിഞ്ഞതൊക്കെ മറന്നു അല്ലേ? വയറ് നിറച്ച് 3 നേരം ആഹാരവും എണ്ണയും തുണിയും എന്താ വേണ്ടെന്ന് വെച്ചാ അതല്ല. അങ്ങനെ വളർത്തി ആളാക്കിയതിന് കാണിച്ച നന്ദിയായത്. ഒരു ബാല്യക്കാരുടെ നിലയ്ക്ക് കാണാതെ അകത്തും പുറത്തും സ്വാതന്ത്ര്യം തന്നപ്പോ നീ എന്താ കരുതിയത്? കാളൂർക്കാരുടെ ഒപ്പത്തിനെത്തിയെന്നോ? ഇതെന്ന് തൊട്ടാടി തുടങ്ങിയത്? വാ തുറക്കടി അസത്തെ. അവളുടെ ഒരു പൂതി. നിന്നെ ഞാൻ വാഴിക്കാൻ വരുമ്പോളായിട്ട്. പതുക്കെ നിലവിളിച്ച് ഒച്ച കൂട്ടിട്ട് നീ ആ കുട്ടിയുടെ കാതിൽ എത്തണ്ട. പാവം മോള് ഒന്നും അറിയാണ്ട് എന്ത് സന്തോഷിച്ചാ നടക്കണെന്നറിയാവോ? എല്ലാം നശിപ്പിച്ചില്ലേ ലക്ഷണം കെട്ടവള്. ഉണ്ണിയോട് ഇനി മിണ്ടുന്നത് കണ്ടാലുണ്ടല്ലോ, ഓടിയപ്പുറത്ത്. വലിയേട്ടനോടൊന്ന് ചോദിക്കട്ടെ ഇനിയിപ്പൊ എന്താ വേണ്ടെന്ന്. പുറത്ത് 4 ആളറിഞ്ഞിട്ട് ചിരിക്കാൻ വകയുള്ളൊരു പോക്കണം കേട് കാളൂർ തറവാട്ടിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ അനുവദിക്കില്ല. ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞ മുദേവിയെ. എന്താടോ മിടിച്ചു നിൽക്കണേ? താൻ ഒരുത്തനായിട്ട് ഉണ്ടാക്കി വെച്ചതാ ഇതെല്ലാം. എന്താ വേണ്ടെച്ച പറയാ. അതിനെ വിളിച്ച് പുറത്തിറക്കി പടിയടയ്ക്കണോ? അങ്ങനെ ചെയ്യാം. പക്ഷേ കൂടെ ഉണ്ണിയും കൂടി പോവില്ല എന്ന് എന്താ ഉറപ്പ്? കാല് ഞാൻ തല്ലി ഓടിക്കും. എന്റെ സ്വഭാവം ശരിക്കും അറിയാം. ഉണ്ണി ചെറിയ കുട്ടിയൊന്നും അല്ല. എന്നുവെച്ച്
എന്ത് ധിക്കാരമാകാന്നോ? ആ കുട്ടിയെ കെട്ടാൻ അവന് ഇഷ്ടമല്ല അച്ഛാ, വേണ്ട, നിർബന്ധിക്കണില്ലല്ലോ. പകരം ബാല്യക്കാരുടെ കൂടെ പൊറുക്കാനാണ് ഭാവം എങ്കിൽ നടക്കില്ല നാടുവോ, നടത്തില്ല. എനിക്ക് പേടി വല്ല കൈവിഷം കൊടുത്ത് മയക്കിയോ ചെക്കനെന്ന്. ഇവറ്റയൊക്കെ ചെയ്യും. പിടികിട്ടിയാ പുളിങ്ങമ്മല്ലേ. ആ വള്ളിക്കാട്ടെ പണി. എന്താമ്മേ എല്ലാറ്റ മുഖത്ത് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ? ഒന്നുമില്ല മോളെ. നീ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ചിരുന്നിട്ടെന്താ? നേരത്തെ ആലോചിക്കണ്ടായിരുന്നോ? നടക്കാത്ത മോഹങ്ങൾ മനസ്സിൽ കുരുത്തു തുടങ്ങുമ്പോഴേ നുള്ളിക്കളയണം. വലിയ വീടുകളിലൊക്കെ പണിക്ക് നിൽക്കുമ്പോ അവിടുത്തെ ആൺകുട്ടികൾ ചിലപ്പോ ഇഷ്ടാണ്, കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് വരും. അത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കാന്ന് വെച്ചാ ഉണ്ണിയുടെ മനസ്സിൽ ദുഷ്ടവിചാരം ഒന്നും ഇല്ലായിരുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാം അങ്ങോട്ട് മറന്നിട്ട് എവിടെ ആയാലും മാനം മര്യാദയ്ക്ക് കഴിയാൻ നോക്ക്. ദാ കണക്കൊന്നും നോക്കിയിട്ടില്ല, ഇനി നോക്കിയാലും കൂടുതലേ കാണും. ദാ ഇത്തിരി പഴയതാണെങ്കിലും നിനക്ക് കുറച്ചാലും കൊടുക്കാം. ഇതിന്റെ ഒരു ചൂടും പോകെ അടങ്ങിട്ടേ നീ ഇടയ്ക്ക് ഇതിലേ വാ. ഞാൻ വലിയേട്ടനോട് പറഞ്ഞേ എന്തെങ്കിലും മേടിച്ചു തരാം. ഭദ്രേ, ഭദ്ര പോവാന്ന് പറയുന്നു. എന്തേ പെട്ടെന്ന്? എന്താ ഇവിടെ നടക്കുന്നത്? ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. എന്താ ഭദ്രേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നും മുടക്കം വരാണ്ട് നിങ്ങൾക്ക് തിരി തെളിയിക്കണം ഞാൻ. ഇന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു ദുശകുന. ആർക്കും വേണ്ട എന്നെ. ഞാൻ മരിച്ചാലേ ഈ വീട്ടിലൊരു സമാധാനം കിട്ടുള്ളൂ. എനിക്ക് വേണ്ട, എനിക്ക് മതിയായി ഈ ജീവിതം. എന്നെ കൊത്തിയെടുത്തോളൂ നാഗത്തന്മാരെ, കൊത്തിയെടുത്തോളൂ. എന്തായി പറയണേ? അതെ, കാവിന്റെ അകത്ത് ബോധമില്ലാണ്ട് കിടക്കണതാ കണ്ടത്. കയ്യിലൊരു കൊത്തുണ്ട്. ഭദ്രേ, ഭദ്രേ, വല്യമ്മാമ എവിടെ? വലിയേട്ടൻ പൂജാമുറിയില്ല. ഇനിയിപ്പോ പൂജ കഴിഞ്ഞിട്ടല്ലേ വന്ന് നോക്കൂ. ഇവൾ ഈ നില കിടക്കുമ്പോഴാണോ പൂജ? സമയം തെറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ വിളിക്കാം വല്യമ്മാമേ. വല്യമ്മാമ, 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 ദേവി ഇത് കഥ ഓർക്കൂ, ഇല്ലെങ്കിൽ ഭദ്ര അവള് മരിച്ചു പോകും. വല്യമ്മാമ, കഥ തുറക്കാൻ. വല്യമ്മാമ, ഉണ്ണി, വല്യമ്മാമ, എന്താ ഇത്? നീ ഇങ്ങനെ ബഹളം കൂട്ടേണ്ട കാര്യമില്ല. ഏട്ടൻ പൂജ കഴിഞ്ഞ് വരട്ടെ. ഇത് പൂജയൊന്നുമല്ല അമ്മേ, അവളുടെ ജീവൻ കുരുതി കൊടുക്കുക. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം നടക്കില്ല എന്നറിഞ്ഞപ്പോ അവളെ കൊന്നെങ്കിലും തൃപ്തി അടയാ, അതല്ലേ മനസ്സില്? ഭദ്രയ്ക്കൊന്നും പറ്റില്ല ഉണ്ണേട്ടാ. അതെ, ഞാൻ കണ്ടല്ലോ, വിഷം കയറി നീലിച്ചു കിടക്കണ. എന്റെ ഹൃദയം തുറന്നെടുത്തിട്ട് ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുക. നീയാണ് ഇതിനെല്ലാം കാരണം. നിന്നെ കണ്ടിട്ട് ഇവരുടെ മനസ്സിലുണ്ടായ ഒരു വിഡ്ഢിത്തം, അതിന്റെ ഫലം ഇപ്പൊ അവൾ അനുഭവിക്കുന്നത്. വാ വാ എന്റെ കൂടെ. ഉണ്ണി, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാരും കൂടെ അങ്ങനെ ആക്കിയില്ലേ? വാ എന്റെ കൂടെ. ഈ മുറിയില് ദാ ഇപ്പോഴും അപ്പുവിന്റെ ശ്വാസം തങ്ങി നിൽക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ അപ്പു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ നന്ദ നിന്നെ എന്റെ ഭാര്യയാക്കാനാവും? എന്റെ 12 മിനിറ്റിന് മൂത്ത ഏട്ടത്തെ അമ്മയെന്ന് വിളിക്കണമെന്നാ പാവ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നത്. അപ്പുവിന്റെ സ്ഥാനത്ത് എന്നെ കാണാൻ
നന്ദയ്ക്ക് എങ്ങനെ കഴിയും? നന്ദ സ്നേഹിച്ചത് അവന്റെ രൂപത്തിനെയായിരുന്നു. അതിനുള്ളിലുള്ള അവനെയല്ലേ. ആ അവനിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം നന്ദയ്ക്ക് മറക്കാൻ എളുപ്പമാണോ? മതി. മതി. ഇനി എന്നോടൊന്നും പറയരുത്. അപ്പോ അവളെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വല്യമാവ, വല്യമാവ കഥ തുറക്കൂ പ്ലീസ്. പ്ലീസ് വല്യമാവ, വല്യമാവ കഥ തുറക്കൂ പ്ലീസ്. വല്യമാവ പ്ലീസ് കഥ തുറക്കൂ. പ്ലീസ് വല്യമാവ. വല്യമാവ ഭദ്രയെ രക്ഷിക്കണം. അവക്കൊന്നും സംഭവിക്കരുത്. അവളെ രക്ഷിക്കണം വല്യമാവ പ്ലീസ്. മോളെ, അവക്കൊന്നും സംഭവിക്കരുത് വല്യമാവ. അതെ, നസ്യം ചെയ്യണോ? എല്ലാം എന്റെ കൈയെത്തുന്ന ദൂരത്ത് വേണം. ഉവ്വ്, എല്ലാം തയ്യാറാ. കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നേരം മുളക്കുന്നവരെ നമുക്ക് കാക്കാം. ഇല്ല മോളെ, കണ്ണ് ചിമ്മാതെ ഞാൻ കാവലുണ്ടാവും. നിന്നെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതാ എന്റെ ജീവൻ ഞാനിവിടെ ചേർത്ത് വയ്ക്കുന്നു. മരണം വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകൂ. Thank you.
എനിക്കിത് കാണാൻ വയ്യ നരൻ. താഴത്തളത്തില് ഒന്നിന്റെ കൂടെ ചേർന്ന് പോകാൻ മറ്റൊരു ജീവൻ കൂടി തയ്യാറെടുക്കുകയാണ്. ദൈവങ്ങളുടെ ലോകത്തിലാണ് നരൻ ഇപ്പോൾ ഉള്ളതെങ്കിൽ അവരോട് പറയൂ അരുതെന്ന്. ഭദ്രയ്ക്ക് പകരം മറ്റൊരു ജീവൻ മതിയെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു നിമിഷം നരനെ മറന്ന് ജീവിതത്തെ സ്നേഹിച്ചു പോയി കുറ്റവുമായി ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് ശിക്ഷ ഏൽക്കാം, എന്ത് പ്രായശ്ചിത്തം ചെയ്യാം. പകരം ഞാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, ഭദ്രയുടെ ജീവൻ. അമ്മേ, അമ്മേ, ദാ ഭദ്ര കണ്ണു തുറന്നു. മരണത്തിന് പോലെ എന്നെ വേണ്ടാതായി. അതെന്റെ തെറ്റല്ല ഉണ്ണേട്ട. അരുത്, അങ്ങനെയൊന്നും പറയരുത്. എന്നെ ദേവി നീ രക്ഷിച്ചു. എന്റെ കാവിലമ്മേ, മോളെ നന്ദ. എവിടെ? ലക്ഷ്മിക്കുട്ടി, നന്ദമോളെ ഒന്ന് വിളിക്കേ. നന്ദമോളെ, മോളെ. ഞങ്ങള് കാണിച്ച തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണ്ടിയിരുന്നില്ല മോളെ. നന്ദമോളെ എവിടെയെങ്കിലും കാണുന്നില്ല. ജാനുവേ, ഒന്ന് പോയി നോക്കിയേ. നന്ദമോളെ, മോളെ, നന്ദമോളെ, ഇത് ഞാനാ. കഥ തുറക്ക. എന്താ ലക്ഷ്മിക്കുട്ടി? നന്ദമോളെ അപ്പുവിന്റെ മുറിയിലുണ്ടെന്ന് തോന്നുന്നു. കഥ തുറക്കുന്നില്ല. മോളെ, മോളെ, അമ്മയെ വിളിക്കണേ. ഭദ്ര കണ്ണു തുറന്നു. കഥവ് തുറക്കേ. ജാനുവടുത്തി, ഉണ്ണിയേ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ നന്ദമോള് കഥവ് തുറക്കണില്ല. മോളെ? എന്താ നന്ദമോളെ? മോളെ? ഉണ്ണി, നീ എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്ന കിഴങ്ങ? ഞാൻ അപ്പോടാ. നീ നന്ദയെ തിരക്കണ്ട, ഞാൻ അവളെ കൊണ്ടുപോവാ. ഏത് ലോകത്തായാലും അവളില്ലാതെ എനിക്ക് വയ്യടാ. ദാ അവള് വരുന്നു. എന്റെ പൊന്നു മോളെ. അയ്യോ